ഇന്ന് നമ്മൾ ഓർക്കാപ്പിളി വെച്ചൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓർക്കാപ്പിളി നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു നെറ്റിയുടെ ആ ഒരു ഭാഗമല്ലേ, അതൊന്ന് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം കേട്ടോ. ഞാനിവിടെ ഒരു ഓർക്കാപ്പിളി 3 കഷ്ണമാണ് ഉണ്ടാക്കുന്നത്. ഇത് പെട്ടെന്ന് വെന്ത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ണങ്ങളാക്കുന്നത്. ഇനിയിപ്പോൾ കഷ്ണങ്ങളല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചും കൂടെ കൂടുതൽ സമയം വേവിച്ചാൽ മതി കേട്ടോ. നമുക്കിത് ഉടച്ചെടുക്കാനുള്ളതാണ്. ഓർക്കുമ്പോൾ തന്നെ പുളി വരുന്നതുകൊണ്ടായിരിക്കും അല്ലേ ഇതിന് ഓർക്കാപ്പുളി എന്നുള്ള പേര് വന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഓർക്കാപ്പുളി എന്നാട്ടോ പറയാം. നിങ്ങളെന്താ പറയാമെന്നൊന്ന് കമൻ്റ് ഇടണേ. ഞാൻ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. ചെമ്മീൻ പുളി, പിന്നെ കോയക്കപ്പുളി, ഇലുമ്പൻ പുളി, ഇലുമ്പിപ്പുളി, ബിലിമ്പി, അങ്ങനെ കുറേ പേരുണ്ടല്ലേ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയാമെന്നൊന്ന് കമൻ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ നിറച്ചും ഓർക്കാപ്പുളിയാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു 3 കപ്പോളം ഓർക്കാപ്പുളി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. ഇനിയിപ്പോൾ മൺകലത്തിൽ വേവിച്ചാലും മതി. നമ്മൾ ചോറൊക്കെ വെന്ത അടുപ്പത്ത് ചെറിയ തീയിൽ മൺകലത്തിൽ വെച്ച് അങ്ങനെ വേവിച്ചെടുത്താലും മതി കേട്ടോ. നമുക്കിത് ഉടഞ്ഞ് കിട്ടുന്ന വരെ വേവിക്കണം. അപ്പോൾ ഒരു നുള്ളു ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് ഞാൻ ഈ ഒരു പ്രഷർ കുക്കർ മൂടി വെച്ച് കൊടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഇത് നല്ലപോലെ വെന്ത് കിട്ടും. വെള്ളം അധികം ചേർക്കണ്ട കേട്ടോ, കാരണം നമുക്കത് വറ്റിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.25 കപ്പ് ശർക്കര ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. കറക്റ്റ് അളവ് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കണം. ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോഴും ഈ ഒരു ഓർക്കാപ്പിളി വേവിക്കാൻ വേണ്ടി വെക്കുമ്പോഴും വെള്ളം വളരെ കുറച്ച് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നാലേ നമുക്കത് വറ്റിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഉലുവെന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ് കേട്ടോ. ഇഞ്ചി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതേ അളവിൽ വെളുത്തുള്ളി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂൺ അച്ചാർ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി അച്ചാർ പൊടി ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അച്ചാർ പൊടി ഉള്ളതുകൊണ്ട് ഒരു വലിയ സ്പൂൺ അച്ചാർ പൊടി ചേർത്തിട്ടുണ്ട്. അച്ചാർ പൊടി ചേർത്തിട്ട് നല്ലപോലെ ആ പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. കരിഞ്ഞു പോവരുത്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഓർക്കാപ്പുളി ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഓർക്കാപ്പുളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ആവിയൊക്കെ പോയപ്പോഴേക്കും. അതിലുള്ള വെള്ളത്തോടു കൂടെ നമുക്ക് ഈ ഒരു ഓർക്കാപ്പുളി ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ വറ്റിക്കുക. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ഓർക്കാപ്പിളി ഇതുപോലുള്ള പുളിയുള്ള ഐറ്റംസൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നുമല്ലോ. ഇത് ചോറിൻ്റെ കൂടെ വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കറിയാമല്ലോ ഇതിന് നല്ല പുളിയാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിനും നല്ലൊരു പുളിയും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. അപ്പോൾ ഞാനിത് കഴിക്കുമ്പോഴേക്കും ഇതൊന്ന് വറ്റി വരട്ടെ. ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ഓർക്കാപ്പിളിയിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓർക്കാപ്പിളി വേവിച്ചപ്പോൾ മാത്രം കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി അരിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് തുറന്ന് വെച്ച് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഓർക്കാപ്പിളി വെച്ചിട്ടുള്ള പുളിയിഞ്ചി റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ശർക്കര പാനിയാക്കിയിട്ട് തന്നെ ചേർക്കണം കേട്ടോ. ശർക്കര നേരിട്ട് നമ്മൾ പൊടിച്ചിട്ടോ അല്ലെങ്കിൽ അച്ചോട് കൂടെ അങ്ങനെ ചേർക്കുകയാണെങ്കിൽ അതിലുള്ള അഴുക്കൊക്കെ ഈ ഒരു പുളിയിഞ്ചിയിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ശർക്കര പാനിയാക്കിയിട്ട് ചേർക്കണം. ഇനിയിപ്പോൾ ശർക്കര പാനിയാക്കിയിട്ട് നിങ്ങൾ ആദ്യം ഓർക്കാപ്പിളി വേവിച്ചില്ലേ, ആ ശർക്കര പാനി ചേർത്തിട്ട് വേവിച്ചാലും മതി കേട്ടോ. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കുറേ സമയം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഓർക്കാപ്പിളി കൊണ്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിയിഞ്ചിയാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും. ഇത് കഴിക്കുന്ന സമയത്ത് ഓരോ പീസും എടുത്ത് കഴിക്കുമ്പോൾ നല്ല മധുരമാണ് കേട്ടോ. നമ്മൾ ഈ ഓർക്കാപ്പിളിന്ന് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് പുളി വരുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു പുളിയൊന്നും ഈ ഒരു പുളിയിഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും.
ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.